ഇത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു റിനോവേഷനാണ്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടം അങ്ങനെ തന്നെ പൊളിച്ച് കളഞ്ഞപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് ഇഷ്ടം പോലെ വെളിച്ചം വന്നു. നേരത്തെ ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ടിൽ കൂടെയാണ് അകത്ത് കയറിയിരുന്നത്. അതിന് പകരം ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് നല്ല വലിയ ഒരു സിറ്റ് ഔട്ട്. അപ്പോൾ നമുക്കിവിടെ അരമതിലൊക്കെ കൊടുക്കാട്ടോ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ലോങ് സ്റ്റെപ്പ് കൊടുക്കാം. ആ സിറ്റ് ഔട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ നല്ല വലിയൊരു ഡ്രോയിങ് റൂമിലേക്ക് കയറി. പഴയ സിറ്റ് ഔട്ട് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ പോർഷൻ കൂടി നമ്മൾ പുതിയതായിട്ട് എടുത്ത് അങ്ങനെയാണ് നമ്മൾ വലിയ ഡ്രോയിങ് റൂം ഉണ്ടാക്കിയത്. സ്റ്റെയർ റൂമിലൊന്നും മാറ്റം വരുത്തുന്നില്ല, റെയിലൊക്കെ ഒന്ന് മാറ്റി ഭംഗിപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻറ്റീരിയർ ഭയങ്കര രസമാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഒരു ടോയ്ലറ്റാണ് ഉണ്ടായിരുന്നത്. ആ ടോയ്ലറ്റിൻ്റെ കൂടെ ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂമും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഓപ്പൺ കിച്ചൺ അടക്കം നല്ലൊരു ഡൈനിങ് ഏരിയയും നല്ലൊരു ലിവിങ് ഏരിയ എല്ലാമായിട്ട് നല്ല ഓപ്പൺനെസ് ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലി സ്പേസിൽ. ആ ഫാമിലി സ്പേസിൽ നിന്ന് വന്നിട്ട് നമ്മൾ നല്ല രസകരമായുള്ളൊരു കോർട്ട്യാർഡ് ഏരിയയിലേക്കാണ് വരുന്നത്. എക്സ്റ്റേണൽ കോർട്ട്യാർഡാണ്. ഇവിടെ പർഗോളെല്ലാം വരാനുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പാടം എല്ലാമാണ്. അതൊക്കെ നല്ല രസമായിട്ട് കാണാവുന്ന നല്ല ലൈറ്റുള്ള സ്പേസാണ്. മുൻപ് പടിഞ്ഞാറ് വശത്തായിരുന്നു ഇവിടെയായിരുന്നു കിച്ചൺ ഉണ്ടായിരുന്നത്. അവിടെ ഒരു ചിമ്മിനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കിച്ചൺ എടുത്തിട്ട് നമുക്ക് നേരത്തെ കിഴക്ക് വശത്തുണ്ടായിരുന്ന ഒരു ബെഡ്റൂം ആയിരുന്നത് ഈ സ്പേസിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ നേരത്തെ പറയത്തക്ക ഉപയോഗമൊന്നും ഇല്ലാതിരുന്ന ഒരു ചെറിയ സ്റ്റോർ റൂമായിരുന്നു ഇവിടെ. ഒരു സ്റ്റോർ റൂമും അതിനപ്പുറത്ത് അതും ചെറുതായിരുന്നു, ചെറിയൊരു വർക്ക് ഏരിയ ആയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇരുന്ന് കിച്ചൺ. അപ്പോൾ ആ കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വർക്ക് ഏരിയ ആയിരുന്നു. അപ്പോൾ ഈ പഴയ ചെറിയ വർക്ക് ഏരിയനെയും ചെറിയ സ്റ്റോർ റൂമിനെയും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല വലിയൊരു ബെഡ്റൂം കിട്ടില്ലേ. ഇത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. അതിൻ്റെ കഥ ഞാൻ പുറത്ത് വന്നിട്ട് പറയാം. ആ ടോയ്ലറ്റാണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ ടോയ്ലറ്റ് തന്നെയാണ് നേരത്തെ അപ്പുറത്ത് നമ്മൾ ഒരു കോർട്ട്യാർഡ് പറയല്ലേ, ആ കോർട്ട്യാർഡിന് അതിര് തിരിക്കുന്നത്. ഇങ്ങനെ ഒരു പഴയ കെട്ടിടത്തിന് അവൈലബിൾ റിസോഴ്സസിൽ നിന്നും പഴയ തെറ്റുകുറ്റങ്ങളെല്ലാം പരിഹരിച്ചിട്ട് ഒരു പുതിയ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഇത്തരത്തിലുള്ള വ്യത്യസ്തവും ചലഞ്ചിങ്ങുമായിട്ടുള്ള ജോലികൾ കേരളത്തിലെല്ലായിടത്തും അതേപോലെ തന്നെ കർണാടകത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലും ചെയ്യാനായിട്ട് റിപ്പയർ കൊച്ചി ഉണ്ട്. പഴയ വീടിന് പുതിയ മുഖം ആർക്കിടെക്ട് ശ്യാം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലും കർണാടകത്തിലും ഉണ്ട്.